കണ്ണഞ്ചിപ്പിക്കുന്ന ആധുനികതയും കൊതിപ്പിക്കുന്ന സമ്പന്നതയും ആഘോഷിക്കുന്ന ഏതൊരു നഗര നിർമ്മിതിക്കും പിന്നിൽ സൗകര്യപൂർവ്വം മറക്കപ്പെടുന്ന ധാരാളം മനുഷ്യരുണ്ട്. എന്നും തുച്ഛവേതനത്തിൽ, അസൗകര്യങ്ങളുടെ നിലയില്ലാ കയത്തിൽ ദുരിതം പേറി ജീവിക്കാൻ വിധിക്കപ്പെട്ടവർ. ഗൾഫ് മേഖലയിലെ ലേബർ ക്യാമ്പിലെ തൊഴിലാളികൾ. പ്രവാസം വേർപാടിൻ്റെയും സഹനത്തിൻ്റെയും വിട്ടുകൊടുക്കലിൻ്റെയും മറ്റൊരു പേരാണ്. സ്വപ്നങ്ങൾ തേടിപ്പിടിച്ചവരുടെയും ഇനിയും ജീവിതം തന്നെ സ്വപ്നമായി പോയവരുടെയും സംഗമഭൂമിയാണ് ഗൾഫ്. പരിശുദ്ധമായ റമദാനിൽ പോലും പശിയടക്കാനാവാത്ത നിരവധി പേരുടെ പ്രയാസങ്ങൾ മരുഭൂമിയിലെ കനത്ത വെയിലിൽ ഉരുകിത്തീരുന്നു. ഇവിടെയാണ് ദുബായിലെ ടീം ഇഫ്താറിൻ്റെ പ്രവർത്തകർ കാരുണ്യത്തിൻ്റെ മാസമായ റമദാനിനെ അർത്ഥവത്താക്കാൻ തീരുമാനിച്ചത്. വിശപ്പിനും ദുരിതങ്ങൾക്കും ലോകത്തിലെ ഏത് രാജ്യത്തും ഒരേ നിറമാണ്, ഒരേ ഭാഷയാണ്. അതുകൊണ്ടാണ് നാമമാത്രമായ ശമ്പളത്തിലും ആളുകൾ പല ദേശത്തു നിന്നും ഇവിടെ വന്ന് കഠിനമായി ജോലി ചെയ്യുന്നത്. ദിവസം ഒരു നേരം മാത്രം ഭക്ഷണം കഴിച്ചു മറ്റ് ന്യായമായ എല്ലാ ആവശ്യങ്ങൾക്കും അവധി കൊടുത്തും ഇവർ ദൂരെയുള്ള ഇവരുടെ ഉറ്റവർക്കായി ജീവിതം ഒരുക്കി നൽകുന്നു. ഇവരുടെ റമദാൻ ദുരിതത്തിലാവരുതെന്ന നിർബന്ധത്തിലാണ് 10 വർഷം മുമ്പ് ടീം ഇഫ്താർ ഇവർക്കായി ഇഫ്താർ ഒരുക്കി തുടങ്ങിയത്. ഇന്നിവർ പലയിടത്തായുള്ള 23 ലേബർ ക്യാമ്പുകളിലായി 9,000-ലേറെ ആളുകൾക്കാണ് ഇഫ്താറിൻ്റെ കുളിരി ചൊരിയുന്നത്. ചിട്ടയായ പ്രവർത്തനവും ആത്മാർത്ഥമായ ആസൂത്രണവും കൊണ്ടാണ് ഒരു സീസണിൽ മാത്രം ലക്ഷക്കണക്കിന് ആളുകളുടെ വിശപ്പ് മാറ്റുന്ന ഈ പദ്ധതി ഇത്രയും കാലമായി മുന്നോട്ടു പോകുന്നത്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന തൊഴിലാളികൾക്കുള്ള ഇഫ്താർ എന്ന ആശയത്തിൽ തുടങ്ങിയ ഈ പദ്ധതി ഇന്ന് അതിനുമപ്പുറത്തേക്ക് സഞ്ചരിക്കാൻ തയ്യാറെടുക്കുകയാണ്. പല ദേശക്കാരായ തുച്ഛവേതനക്കാരായ തൊഴിലാളികൾ അഭിമുഖീകരിക്കുന്ന മറ്റു ജീവിത പ്രയാസങ്ങളിൽ കൂടി എന്തെങ്കിലും ചെയ്തേ തീരൂ എന്ന തീരുമാനത്തിലാണ്. CCIA എന്ന് പറയുന്ന ഒരു യുവാക്കളുടെ കൂട്ടം, അവർ 10 വർഷങ്ങൾക്ക് മുമ്പ് നാഷണൽ പെയിന്റ് ഏരിയയിൽ ഒരു 50ഓളം പാകിസ്ഥാനി ആളുകൾ നോമ്പിന് ഇഫ്താറൊന്നും ഇല്ലാതെ ഇരിക്കുന്നത് കണ്ടപ്പോൾ അവർക്ക് ഒരു 15 ബിരിയാണി വാങ്ങിച്ചു കൊടുത്തതിൽ നിന്ന് തുടങ്ങിയതാണ് ഇത്. എങ്കിലും വലിയൊരു ഉത്തരവാദിത്തമാണെന്നുള്ള ബോധത്തോടു കൂടി തന്നെയാണ് നമ്മൾ ഇതിനെ കൊണ്ടു നടക്കുന്നത്. ഇത്തവണ തന്നെ ഞങ്ങൾ ഈ പ്രോഗ്രാം തുടങ്ങുമ്പോൾ ഉണ്ടായിരുന്നത് 16 ക്യാമ്പുകളും ഇന്നലെ വരെ എത്തി നിൽക്കുന്നത് 23 ക്യാമ്പുകളായിട്ടുണ്ട്. ടീം ഇഫ്താറിൻ്റെ 10ാമത്തെ വർഷമാണത്.
നാഷണൽ പെയിൻസിൻ്റെ അവിടെ നിന്ന് 7 വർഷം മുന്നേ നമ്മൾ സജ്ജയിലേക്ക് മാറുകയാണ്. സജ്ജയിൽ വന്നപ്പോൾ ക്യാമ്പുകളുടെ എണ്ണം വർദ്ധിച്ചു. ക്യാമ്പുകളുടെ എണ്ണം വർദ്ധിച്ചത് അതോടുകൂടി തന്നെ ഇതിൽ പങ്കാളികളാകുന്ന ആൾക്കാരുടെയും വോളണ്ടിയേഴ്സിൻ്റെ എണ്ണം വർദ്ധിച്ചതോടുകൂടി തന്നെ ഇതിൽ ദിവസവും നോമ്പ് തുറക്കുന്ന പാവപ്പെട്ട നിർധനരായിട്ടുള്ള ആൾക്കാരുടെ എണ്ണവും വർദ്ധിച്ചു. ഏറ്റവും കൂടുതലുള്ളത് ക്യാമ്പ് നമ്പർ 7 എന്ന് പറയുന്നത് 1200ഓളം പേര് ഡെയിലി ഉണ്ടാകും. പിന്നെ ഏറ്റവും ചെറിയ ക്യാമ്പ് എന്ന് പറയുന്നത് 150 പേര് വരെ വരുന്നതാണ്. അത് ഓരോ ദിവസം അനുസരിച്ച് വേരി ചെയ്തുകൊണ്ടിരിക്കും. മൊത്തത്തിൽ ഇന്ന് വരെയുള്ള കണക്കനുസരിച്ച് 1,42,000 ഇഫ്താറുകൾ ഈ ഇത്തരം ദിവസം കൊണ്ട് 19 ദിവസം കൊണ്ട് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും 2 ലക്ഷം കവർ ചെയ്യുന്നതാണ് നമ്മുടെ എക്സ്പെക്ടേഷൻ നോമ്പ് കഴിയുന്നതിന് മുൻപേ തന്നെ. ആ ക്യാമ്പിൽ സാധാരണ ഉള്ളത് അധികം ബംഗ്ലാദേശി, പാകിസ്ഥാനി, പിന്നെ ഇന്ത്യൻസും ഉണ്ട്. പക്ഷേ നമ്പർ വൈസ് അത്രയും ഇല്ല. എല്ലാ ക്യാമ്പിലും ഒരു അമീറുണ്ട്, ഒരു ലീഡറുണ്ട്. ആ ലീഡർ ആക്ച്വലി റിപ്പോർട്ടിംഗ് ടു എ കോമൺ ലീഡർ ഫോർ ദ പ്രോജക്റ്റ്. അപ്പോൾ എല്ലാവരും ഈ ലീഡർ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അത് അതേപോലെ അനുസരിക്കും. ഇപ്പോൾ എൻ്റെ ലീഡർ എന്തെങ്കിലും പറഞ്ഞാൽ എനിക്ക് മറ്റൊരു അഭിപ്രായം ഉണ്ടെങ്കിൽ പോലും ഞാൻ അതുപോലെ അനുസരിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഹൈലൈറ്റാണ് എനിക്ക് പറയുന്നത്. അപ്പോൾ അത് എന്താ പറയുക, വെൽ കോർഡിനേറ്റഡ് ആയിട്ട് വളരെ നന്നായിട്ട് നടക്കുന്നതിൻ്റെ ഒരു പ്രധാന കാരണം ഇതൊക്കെ തന്നെയാണ്. ദുബായ് പോലത്തെ നഗരം കെട്ടിപ്പടുത്താൻ വേണ്ടി അധ്വാനിക്കുന്ന വർക്കേഴ്സ്, അവരുടെ എല്ലാം വേർപ്പിൻ്റെതാണ് നമ്മൾ ഈ കാണുന്നത്. അവരുടെ അധ്വാനമാണ്. ഇവരാണ് ശരിയായ രീതിയിൽ നൊയമ്പ് നോക്കുന്നത്. നമ്മുടെ നാടിന് വേണ്ടിയിട്ട് ഇവർ ഇത്രയും ദൂരെ വന്ന് അധ്വാനിക്കുന്നു. ഈ നാടിനെ പരിപോഷിപ്പിക്കുന്നു. അതുപോലെ നമ്മുടെ നാടിൻ്റെ സാമ്പത്തിക ഭദ്രതയ്ക്ക് വേണ്ടി ഇവർ അധ്വാനിക്കുന്നു. ഇവരുടെ കൂടെ നമ്മൾ പങ്കൊള്ളുന്നതും ആ ഇഫ്താറിൻ്റെ അനുഭവം അത് വേറൊരിടത്തും കിട്ടാത്തൊരു ഇതാണ്. നോമ്പ് തുറക്കുന്ന ആളുകൾക്ക് 2 സന്തോഷം എന്ന് പറഞ്ഞ പോലെ ഇവിടെ വരുന്ന ആളുകൾക്ക് എനിക്ക് തോന്നുന്നു ഒരു 3 സന്തോഷം ചിലപ്പോൾ ഉണ്ടാവും. ഒരുപക്ഷെ നോമ്പ് തുറക്കുന്നതോടൊപ്പം തന്നെ ഈ ആളുകളോടൊപ്പം തന്നെ നോമ്പ് തുറക്കുകയും അവരെ നോമ്പ് തുറപ്പിക്കുകയും ചെയ്യുന്ന ഒരു സന്തോഷം കൂടി ഉണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇവിടുത്തെ മൊത്തം പരിസരമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടുത്തെ നമുക്കൊരു ബുദ്ധിമുട്ടും പരിതാപകരമായ അവസ്ഥയൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഈ അവസ്ഥയിൽ പൊടിയും മറ്റ് സംഗതികളൊക്കെ ഇതാക്കി 15 മണിക്കൂർ നോമ്പ് പിടിച്ചിട്ട് ആണ് ഈ ആളുകൾ എത്തുന്നത്. ഈ വർഷം ഞാൻ ശ്രദ്ധിച്ചതെന്ന് വെച്ചാൽ അവിടെ കുറേ ആൾക്കാർക്ക് 3-4 മാസമായിട്ട് ശമ്പളം കിട്ടിയിട്ടില്ല എന്നൊരവസ്ഥ ഞാൻ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അപ്പോൾ അതിനെക്കുറിച്ച് എന്താണ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് ഞങ്ങൾ ആലോചിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഫിത്ർ സക്കാത്ത് നിന്ന് നമുക്ക് അവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെന്നുള്ളത്. കാരണം ഒരു 3-4 മാസമായിട്ട് ശമ്പളം കിട്ടില്ല എന്ന് പറയുമ്പോൾ അത് അവർ ഈദ് ആഘോഷങ്ങൾ നമുക്കറിയാം. ഇവർ കൂടുതൽ ആൾക്കാർക്കും നാട്ടിൽ ഭാര്യയും കുട്ടികളൊക്കെ ഉള്ളവരാണ്. അവർ ഈദിനെ പോലും ബാധിക്കുന്ന ഒരവസ്ഥ അത് എത്തിയിട്ടുണ്ട്. ചില ദിവസങ്ങളിൽ ഞാൻ നിസ്കരിക്കുമ്പോൾ എൻ്റെ അടുത്ത് നിന്ന് നിസ്കരിച്ചെന്ന ഒരു പയ്യൻ, കാരണം വെച്ചാൽ മിക്ക ദിവസം ആ ഒരൊറ്റ ഡ്രസ്സാണ് ഇട്ടിരുന്നത്. മിക്ക ദിവസം വരുമ്പോഴും ആ ഒരൊറ്റ ഡ്രസ്സ്. അപ്പോൾ ഞാനൊരു ദിവസം വിളിച്ച് അവനോട് ചോദിച്ചു, നിൻ്റെ അടുത്ത് വേറെ ഡ്രസ്സ് ഇല്ലെന്ന് വെച്ചപ്പോൾ എൻ്റെ അടുത്ത് വേറെ ഡ്രസ്സ് ഇടാനില്ല. കാരണം വെച്ചാൽ ആ കൂട്ടി ഞാൻ ജോലിക്ക് പോകുന്ന ഒരു ഓവറോൾ കോട്ടും അല്ലെങ്കിൽ ഈ ഒരു ഡ്രസ്സ് മാത്രമേ ഉള്ളൂ. ഞങ്ങൾ അവസാനം ഉണ്ടെങ്കിലും പാക്ക് ചെയ്ത് കൊടുക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അവസാനം ഈ കരിഞ്ഞ ചോറുക്കൾ വരുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അപ്പം ഒരു പാകിസ്ഥാനി വന്നിട്ട് അത് ഞങ്ങളുടെ അടുത്ത് കളയാൻ പോയതാണ് യഥാർത്ഥത്തിൽ. അപ്പം അത് ഡാലോബായി എന്ന് പറഞ്ഞു. അപ്പോൾ അത് വല്ലാണ്ടൊരു ഇതായി. കാര്യം അവർ അത്രയ്ക്ക് അർഹതപ്പെട്ടവരാണ് ഇവിടെ എന്നുള്ളത് അന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. റിയലി ഡിസേർവിംഗ് പീപ്പിൾക്ക് അത് കിട്ടുന്നത്. ആൻഡ് അവരുടെ റെസ്പോൺസ് അമേസിങ്. കാരണം എന്താ വെച്ചാൽ അവർ ഭയങ്കര ലോ ഇൻകം ആണ്. 400-500 ദിർഹംസ്. അതും സ്റ്റേ മാത്രമേ ഉള്ളൂ. നോ ഇത് എന്താണ് പറയുക, അവർക്ക് ഭക്ഷണത്തിന് വേറെ സൗകര്യമൊന്നുമില്ല. ഇല്ല 500 ഭക്ഷണം ഉണ്ടാക്കണം. അപ്പോൾ അവർക്ക് നമ്മൾ ഈ നോമ്പ് തുറ കൊടുക്കുന്നത് ആ കിട്ടുന്ന ഭക്ഷണം നോമ്പ് തുറക്കാനും രാത്രികൾക്കും ഉള്ള ഒരു പ്രൊവിഷനാണ് അവർക്ക്. അപ്പോൾ അത് ഭയങ്കര ഹെൽപ്പാണ്. ഒരു ദിവസം അത് മുടങ്ങിയാൽ യു കനോട്ട് സേ അതിൻ്റെ വാല്യൂ എന്താണ്. ആൻഡ് അത് കഴിഞ്ഞിട്ടും നമ്മളുടേതായ ചെറിയ തോതിൽ അവർക്ക് വല്ല ഹ്യൂമാനിറ്റേറിയൻ എയ്ഡ് പോസ്റ്റ് റമദാൻ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുകയാണെങ്കിൽ. ഇപ്പോൾ കുറേ പേര് എന്താ വെച്ചപ്പോൾ വി ബീൻ 10 years ആയ കാരണം നമ്മൾ അവിടുത്തെ ലോക്കൽസിനായിട്ട് വെൽ കണക്റ്റഡാണ്. ഈവൻ ആഫ്റ്റർ റമദാൻ ദേ കോളേഴ്സ് നമ്മൾ അങ്ങോട്ട് വിളിക്കും. എന്തെങ്കിലും എൻക്വയറി ഉണ്ടെങ്കിൽ മോള് പഠിക്കാനുണ്ട്, അവൾക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഒക്കെ എല്ലാ സോർട്ട് ഓഫ് ഹെൽപ്പ് നമ്മൾ ചെയ്യുന്നുണ്ട് നമ്മളുടേതായ ലിമിറ്റേഷൻസ് വെച്ചിട്ട്.
അതിനൊന്നും ഒരു ജാതിയോ മതമോ അല്ലെങ്കിൽ സംഘടനയോ വീതമൊന്നുമില്ല. ഒരുപാട് ആളുകൾ ഇതിലേക്ക് വരികയാണ്. ആ കാര്യം റമദാൻ എന്ന് പറയുന്നത് ഇവിടുത്തെ മൊത്തം ആളുകൾ ഏറ്റെടുക്കുന്നൊരു മാസമാണ്. അതിലൂടെ ഒരുപാട് തൊഴിലാളികൾക്ക് ഒരു നേരത്തെ ഫുഡ് കിട്ടുന്നതിലൂടെ അവർക്ക് അന്നത്തെ ദിവസം 5 രൂപയോ 10 രൂപയോ ലാഭിക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് ഇതിൽ കിട്ടുന്ന ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. ഞാൻ പ്രത്യേകിച്ച് ഒരു സംഘടനയിലെയും മെമ്പറല്ല. എങ്കിലും സജ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ വയ്യാത്തൊരു അനുഭൂതിയാണ്. കഴിഞ്ഞ റമദാൻ 1 തൊട്ട് ഇത്രയും ദിവസം തുടർച്ചയായിട്ട് പോയി സഹകരിക്കുന്നുണ്ട്. അതൊരു ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. വളരെ സന്തോഷപൂർവ്വം ഞാനത് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതാണ് സെൻട്രൽ സ്റ്റോറുള്ളത്. ഇവിടുന്ന് എല്ലായിടത്തും ഡിസ്ട്രിബ്യൂഷൻ നടത്തും. ബിരിയാണി പിന്നെ ഓരോ കിച്ചണുകളെ ഏൽപ്പിച്ചിട്ടുണ്ട്. 5-6 കിച്ചണുകളെ ഏൽപ്പിച്ചിരിക്കുന്നത്. ബിരിയാണി സ്പോൺസർ ചെയ്യുന്ന ആൾ തന്നെയാണ് അതിനെ ഏൽപ്പിച്ചിട്ടുള്ളത്. അവർ ബിരിയാണി നേരെ കൊണ്ടുപോയിട്ട് അവിടെ ഡെലിവറി ചെയ്യും. ഇവിടുന്ന് ഈത്തപ്പഴം, തണ്ണിമത്തൻ, മോര്, ലസ്സി, ഓറഞ്ച്, ഇത്രയും സാധനങ്ങൾ, വെള്ളം ഇത് ഇവിടുന്ന് കയറ്റി കൊണ്ടുപോകും. സെൻട്രൽ പോയിന്റിലാണ് എൻ്റെ ഡ്യൂട്ടി കേന്ദ്രീകരിച്ചിരിക്കുന്നത്. മുഖ്യമായും ജ്യൂസ്, അതുപോലെ ലെവനപ്പ് തുടങ്ങിയ ഡ്രിങ്ക്സ് സാധനങ്ങൾ, അതാണ് എന്നെ അർപ്പിതമായിട്ടുള്ളത്. അത് ഞാൻ ഭംഗിയായിട്ട് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു. ഞാനിപ്പോൾ 8 വർഷത്തോളമായിട്ട് സജ ക്യാമ്പിൽ സജീവമായിട്ടുണ്ട്. എല്ലാ വർഷവും പുതിയ ക്യാമ്പുകൾ തുടങ്ങലാണ് എൻ്റെ ദൗത്യമായിട്ടുള്ളത്. ഈ വർഷവും ഒരു പുതിയ ക്യാമ്പിനാണ് ഞാൻ തുടക്കം കുറിച്ചത്. വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ എൻ്റെ സാധാരണ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ ചെമ്പ് എടുത്ത് വയ്ക്കുക, അതിൽ നിന്ന് ചിക്കനും റൈസും തിരിക്കുക, വീണ്ടും അതിന് വിളമ്പാനുള്ള രൂപത്തിലേക്ക് എത്തിക്കുക, അത് വിളമ്പുക. ഇതാണ് ഞാൻ ഏറ്റെടുത്തിരിക്കുന്ന ഉത്തരവാദിത്വം. എൻ്റെ മെയിനായിട്ടുള്ളൊരു ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഇത്ര ആൾക്കാർക്ക് വേണ്ടി ഇരിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കുക, എല്ലാ ആൾക്കാരെ അക്കോമഡേറ്റ് ചെയ്യുക, അതാണ് മെയിനായിട്ട് ചെയ്യുന്നത്. ഈ പദ്ധതിയുടെ സപ്പോർട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ പ്രധാനമായും ഷാർജ ബേസിലുള്ള ഒരു ബിസിനസ്സുകാരനാണ്, ഷാർജക്കാരൻ തന്നെയായിട്ടുള്ള സൽമാൻ അൽ ഫാരിസി എന്ന് പറഞ്ഞ ഒരു സ്കൂളുണ്ട്. അദ്ദേഹത്തിന് വേറെ ഇംഗ്ലീഷ് സ്കൂളുണ്ട്. അദ്ദേഹം ഒരു റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ ജോലി ചെയ്യുന്ന ആളാണ്. അദ്ദേഹത്തെ കൊണ്ടാണ് നമ്മൾ ഇതിൻ്റെ അടിത്തറ പാകിയിട്ടുണ്ടായിരുന്നത്. പിന്നീട് ഹിറ്റ് FM, മറ്റ് റേഡിയോകൾ, മറ്റു ചില അലുമിനി അസോസിയേഷൻസ്, ഇപ്പോൾ ഇവിടെ 2 ക്യാമ്പുകൾ, 23 ക്യാമ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഫോർസയാണ്, ഫാറൂഖ് കോളേജ് അലുമിനിയാണ്. അതേപോലെ അൻസാർ അലുമിനി ഉണ്ട് ഞങ്ങളുടെ കൂടെ. ഈ സംവിധാനം ആദ്യം തുടങ്ങി വെച്ച CCI ആണ് ഈ ആദ്യം 50 ആളുകൾക്ക് ഫുഡ് കൊടുത്തു പറഞ്ഞത്. CCI ഉണ്ട്, അമാന റെസിഡൻസി അവരുണ്ട്, പിന്നെ MES കുറ്റിപ്പുറം കോളേജിൻ്റെ അലുമിനി ഉണ്ട്. ഇങ്ങനെ പിന്നെ ഇത്തരം ആളുകളൊക്കെയാണ് നമുക്ക് പ്രധാനമായും ഇതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് 10,000-ഓളം ആൾക്കാർക്ക് എല്ലാ ദിവസവും ഇഫ്താർ നൽകുവാൻ നമുക്ക് അള്ളാഹുവിൻ്റെ കാരുണ്യം കൊണ്ട് സാധിക്കുന്നത് തന്നെ വലിയൊരു ഭാഗ്യമായിട്ടാണ് നമ്മൾ കരുതുന്നത്. കാരണം വെച്ചാൽ നമ്മളെ തിരഞ്ഞെടുക്കുക, അള്ളാഹു നമ്മളെ തിരഞ്ഞെടുക്കുക ഈ ഒരു കാര്യത്തിന് വേണ്ടി എന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ തന്നെ നമുക്ക് എന്തെന്നില്ലാത്ത അഭിമാനമാണ് നമുക്ക് തോന്നുന്നത്. കാരണം വളരെ ചുരുക്കം ആൾക്കാർക്ക് അങ്ങനെയുള്ള ഭാഗ്യം ലഭിക്കാറുള്ളൂ. അതിലൊന്നായിട്ടാണ് നമ്മളെ തന്നെ കരുതുന്നത്. കരുണാമയനായ അള്ളാഹുവിൻ്റെ പ്രിയപ്പെട്ടവരായി മാറുക എന്നത് ഓരോ വിശ്വാസിയുടെയും പ്രാർത്ഥനയാണ്. ഭൂമിയിൽ മർദ്ദിതരോടും ദുരിതമനുഭവിക്കുന്നവരോടും ഒപ്പമാണല്ലോ അവൻ. അവന് പ്രിയപ്പെട്ടവരോട് കരുണ കാണിക്കുമ്പോൾ അവനും നമ്മോട് കരുണ കാണിക്കുന്നു. ഇന്ന് ടീം ഇഫ്താർ ആ കാരുണ്യം അനുഭവിക്കുന്നു. അള്ളാഹുവാണ് ഏറ്റവും കാരുണ്യവാൻ. you.